ഹായ് ഓൾ, നമ്മുടെ +2 ബോർഡ് എക്സാം ഇങ്ങ് അടുത്തടുത്ത് വരുവാണല്ലേ. ഓൾറെഡി നമ്മൾ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ നമ്മൾ മോഡൽ എക്സാം ഒക്കെ എഴുതി, നമ്മൾ പലതവണ റിവിഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. എങ്കിലും നമുക്കൊരു ടെൻഷനാണല്ലേ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ, ഫുൾ A+ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷനാണ്. അതിൽ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ടെൻഷൻ കൂടും. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്, സ്കോർ ചെയ്യാൻ വേണ്ടി ഇച്ചിരി ടഫാണ്. എങ്കിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഫിസിക്സിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ A+ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ദർശനയുടെ ഫിസിക്സ് ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ റിവിഷൻ പ്രോസസ്സ് ഓൾറെഡി നടക്കുന്നുണ്ട്. കേഴ്സറി ഗ്ലാൻസ് ഫോർ സ്റ്റെല്ലാർ സ്കോർ, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ. അപ്പം ഇന്ന് ആ ക്വിക്ക് റിവിഷൻ പ്രോസസ്സിൽ ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സ്? ഡ്യുവൽ നേച്ചർ, ആറ്റം, ന്യൂക്ലിയൈ, ഇലക്ട്രോണിക്സ്. അപ്പോൾ ആ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് ആ ചാപ്റ്ററിന്റെ സ്കോർ വെയിറ്റ് ഒന്ന് നോക്കിയാലോ. എത്ര മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നോ നമുക്ക് നോക്കാം. അതിൽ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ഇച്ചിരി ലെങ്തി ചാപ്റ്റർ നെയിം ആണല്ലേ, എങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ചാപ്റ്ററാണ്. അതിൽ നിന്നും 3 മാർക്കിനാണ് നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അടുത്തൊരു ചാപ്റ്ററാണ് ആറ്റംസ്. 2 ആറ്റം മോഡലാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. അതിൽ നിന്നും വളരെ കുറച്ച് മാർക്കിനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. വെറും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. 3ാമത്തെ ചാപ്റ്ററാണ് ന്യൂക്ലിയൈ. ന്യൂക്ലിയയിൽ നിന്നും 3 മാർക്ക്. അത് നമുക്ക് ഷുവറായിട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൽ നിന്നും വരുന്നത്. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ഫിസിക്സിലെ +2 ഫിസിക്സിലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്, അതിൽ നിന്നും 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇച്ചിരി കൺസെപ്റ്റും അതുപോലെ ഇച്ചിരി ഇലക്ട്രോണിക് സർക്യൂട്ടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. അതിൽ നിന്നും 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. മൊത്തം ഈ 4 ചാപ്റ്ററിൽ നിന്നും നമുക്കൊരു 12 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 12 മാർക്ക് എങ്ങനെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം? എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കൺസെപ്റ്റുകൾ, ആ കൺസെപ്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 12 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ കൺസെപ്റ്റ്, എങ്ങനെ ഈ 12 മാർക്കും സ്കോർ ചെയ്യാം? ഫുൾ A+, അതുപോലെ നമുക്ക് ഫുൾ മാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സമയം കൊണ്ട് റിവൈസ് ചെയ്യേണ്ടത്? കാരണം എക്സാം ഇങ്ങ് അടുത്തു. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നൊക്കെയാടാ മക്കളെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? മെയിനായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാ? ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറും അതുപോലെ മാറ്ററിൻ്റെ വേവ് നേച്ചറും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറാണ് നമുക്ക് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതായത് ലൈറ്റ് പാർട്ടിക്കിളായിട്ട് ബിഹേവ് ചെയ്യും. ആ പാർട്ടിക്കിളിന് നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോൺ. ഫോട്ടോണിന് എനർജി ഉണ്ട്, ചാർജ് ഉണ്ടോ? ഇല്ല. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണ് ഫോട്ടോൺ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വർക്ക് ഫംഗ്ഷൻ. നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ടേമാണ് വർക്ക് ഫംഗ്ഷൻ. എന്നതാടാ മക്കളെ വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു എനർജിയാ അല്ലേ. എന്തിനു വേണ്ടിയിട്ടുള്ള എനർജിയാണ് ഈ വർക്ക് ഫംഗ്ഷൻ? ഒരു മെറ്റലിൽ നിന്നും, മെറ്റലിൽ നിറയെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടല്ലേ, ആ മെറ്റലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം വർക്ക് ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി എന്തിനു വേണ്ടിയിട്ടുള്ള? റിക്വയർഡ് ടു എസ്കേപ്പ് ആൻ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. ഒരു ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ, അങ്ങനെയാണ് ഈ എനർജീനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എനർജിയുടെ SI യൂണിറ്റ് എന്താ? എനർജിയുടെ SI യൂണിറ്റ് ജൂള്. എങ്കിൽ ഇവിടെ വർക്ക് ഫംഗ്ഷനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ്.
നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചായിരുന്നു ഈ ഇലക്ട്രോൺ വോൾട്ടും ജൂളും തമ്മിലുള്ള റിലേഷൻ. 1 ഇലക്ട്രോൺ വോൾട്ട് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ. ഓക്കെ, ആ ഇലക്ട്രോൺ വോൾട്ടിലാണ് വർക്ക് ഫംഗ്ഷനെ മെഷർ ചെയ്യുന്നത്. ഇപ്പം ഡിഫൈൻ വർക്ക് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. കുറച്ചും കൂടെ നമ്മുടെ ആ ഒരു ആൻസറിനെ ഒന്ന് എന്താ പറയുന്നത്, നമുക്ക് ഫുൾ മാർക്കും കിട്ടണം, ടീച്ചർക്ക് ഫുൾ മാർക്ക് ഇടാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷനും കൂടെ എഴുതാൻ പോവാം. എന്താ വർക്ക് ഫംഗ്ഷന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ? വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ 50. 50 എന്ന് പറഞ്ഞാണ് നമ്മൾ വർക്ക് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 50 ഈസ് ഈക്വൽ ടു h nu 0, where h is Planck's constant. h Planck's constant ആണ്. nu 0യോ? nu 0 ഈസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. nu 0 എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. എങ്കിൽ എന്താ മക്കളെ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി? എനർജിയും ഫ്രീക്വൻസിയും റിലേറ്റഡ് ആണല്ലേ. എനർജി ഓഫ് എ ഫോട്ടോൺ എന്ന് പറയുന്നത് h nu ആണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞില്ലേ മിനിമം എമൗണ്ട് ഓഫ് എനർജി. അപ്പം ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പം വന്ന് വീഴുന്ന ആ ഒരു ലൈറ്റിന് അല്ലെങ്കിൽ ആ നമ്മൾ കൊടുക്കുന്ന എനർജിക്ക് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. ആ മിനിമം ഫ്രീക്വൻസിനെയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എങ്കിൽ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് നമുക്ക് എഴുതാം. That is 50 is equal to hc by lambda 0, where lambda 0 is the threshold wavelength അല്ലെങ്കിൽ കട്ട് ഓഫ് വേവ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ വർക്ക് ഫംഗ്ഷൻ, ഡിഫൈൻ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ എന്താണെന്ന് എഴുതത്തില്ലേ? ഓക്കെ, ദെൻ അവർ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ ഒരു മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി വേണമെന്ന് പറഞ്ഞു. ആ എനർജി നമുക്ക് പല ഫോമിൽ കൊടുക്കാം. നമ്മൾ പല ഫോംസ് ഓഫ് എനർജീസ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആണ്, ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ ആണ്, ലൈറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ പറയും? When radiations of suitable frequency incident on a photosensitive metal, electrons are emitted from the metal. മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കണ്ടോ? അവിടെ നമുക്ക് ഒരു ഗ്രീൻ ലൈറ്റ് ആണ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീഴുന്നത്. അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. These emitted electrons are known as photo electrons. ഈ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ എന്തെന്ന് പറയും? ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് എമിറ്റ് ചെയ്തു. എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. അതിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് ആനോഡ്. അവിടെ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് കൊടുക്കുവാണ്, ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കാണുമ്പോഴത്തേക്കും ഇലക്ട്രോൺ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഈ മെറ്റൽ പ്ലേറ്റിൽ നിന്നും എമിറ്റ് ചെയ്ത മെറ്റൽ പ്ലേറ്റിൽ നിന്നും ആനോഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവും. ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് നോൺ ആസ് ഫോട്ടോ കറണ്ട്. ഇനി ഈ കറണ്ടിനെ നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? കറണ്ടിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിയാൽ മതി. അതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ. ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫോട്ടോ കറണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഒബ്സർവേഷൻ ആണ് നമ്മുടെ പൊട്ടൻഷ്യൽ. നമ്മുടെ ആനോഡിൽ കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യലിന് വരുന്ന വേരിയേഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഈ ഫോട്ടോ കറണ്ടിന് വ്യത്യാസം വരുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് കൊടുത്തിരിക്കുന്നത്. ആ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടും തോറും ഇലക്ട്രോൺസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടി വരും അല്ലേ. അപ്പം കൂടുതൽ ഇലക്ട്രോൺസ് ആനോഡിലേക്ക് റീച്ച് ചെയ്യും. ദാറ്റ് മീൻസ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമം വാല്യൂ എത്തും. ദാറ്റ് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ഈസ് നോൺ ആസ് സാച്ചുറേഷൻ കറണ്ട്. കറണ്ടിന്റെ മാക്സിമം വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട്. അപ്പൊ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഈ സാച്ചുറേഷൻ കറണ്ട് വീണ്ടും കൂടും. വീണ്ടും നമ്മൾ ഇന്റൻസിറ്റി കൂട്ടിയാൽ സാച്ചുറേഷൻ കറണ്ട് വീണ്ടും കൂടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ നമുക്കതൊന്ന് മാർക്ക് ചെയ്താലോ.
സാച്ചുറേഷൻ കറണ്ട് എവിടെയാണെന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്താലോ? ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരുന്നില്ലേ, ഇതാണ് നമ്മുടെ സാച്ചുറേഷൻ കറണ്ട്. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം സാച്ചുറേഷൻ കറണ്ട്. ഇന്റൻസിറ്റി കൂട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ദി സാച്ചുറേഷൻ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടോ? അപ്പൊ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ കറണ്ട് ഇൻക്രീസ് ചെയ്യും, അതുപോലെ സാച്ചുറേഷൻ കറണ്ടും ഇൻക്രീസ് ചെയ്യും. പക്ഷെ നോക്കിക്കേ, ഇനി നമുക്ക് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ പോവാ. അപ്പൊ നമ്മളൊരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് വെച്ചിരിക്കുന്നത് അല്ലെ. ആ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറച്ച് ഞാൻ സീറോ പൊട്ടൻഷ്യൽ കൊടുത്തു. സീറോ പൊട്ടൻഷ്യൽ കൊടുത്തപ്പം അതിന് കറസ്പോണ്ടിങ് എനിക്കൊരു ഫോട്ടോ കറണ്ട് കിട്ടി. ഓക്കെ, അതായത് ആനോഡിലെ പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിലും ദർ ഈസ് എ കറണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്ക് ഇനി അറിയേണ്ടത് ഈ ഫോട്ടോ കറണ്ട് എപ്പോഴാണ് സീറോ ആവുന്നതെന്നാണ് അറിയേണ്ടത്. ഫോട്ടോ കറണ്ട് സീറോ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ പോലും ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ആനോഡ് പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യാൻ പാടില്ല, ഒരു ഇലക്ട്രോൺ പോലും. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കൂട്ടണം. അതിന് ആനോഡിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അങ്ങ് കൊടുക്കാൻ പോവാം. അപ്പൊ ഏതോ ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യലില് ആ ഒരു ഫോട്ടോ കറണ്ട് സീറോ ആയി. ആ പർട്ടിക്കുലർ പൊട്ടൻഷ്യലിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഒരു പർട്ടിക്കുലർ നെഗറ്റീവ് പൊട്ടൻഷ്യലില് ഫോട്ടോ കറണ്ട് സീറോ ആവുന്ന ആ പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാ? ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന, കാഥോഡിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന മോസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ വേണ്ട പൊട്ടൻഷ്യൽ, അതിനെ നമുക്ക് എന്തെന്നും പറയാം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പൊ മാത്തമാറ്റിക്കലി നമുക്ക് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ്. ഏതാണ് ആ കൺസെപ്റ്റ്? കാഥോഡിൽ നിന്നും അല്ലെങ്കിൽ മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ കറസ്പോണ്ടിങ് ഫോട്ടോ കറണ്ട് സീറോ ഫോട്ടോ കറണ്ട് ആയിരിക്കും അന്നേരം അവിടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എനർജി അല്ലെങ്കിൽ മോസ്റ്റ് എനർജറ്റിക് മീൻസ് മാക്സിമം കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺ. അപ്പൊ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നതിനെ നമുക്ക് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് എഴുതാം. വെയർ ഇ ഈസ് ദി ചാർജ് ഓഫ് ഇലക്ട്രോൺ, V0 ഈസ് ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ പുതിയതായിട്ട് രണ്ട് ടേംസും കൂടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഫിനോമിനൽ പഠിച്ചു. സാച്ചുറേഷൻ കറണ്ടും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും. സാച്ചുറേഷൻ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ കറണ്ട് കൂടും. ഇന്റൻസിറ്റി മാറുന്നതിനനുസരിച്ച് ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. വിച്ച് മീൻസ് ഇന്റൻസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണ് ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതാണ് നമ്മുടെ മൂന്നാമത്തെ ഒബ്സർവേഷൻ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വന്ന് വീഴുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിന്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്യുക? ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുക ലെഫ്റ്റിലോട്ട്. അപ്പൊ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടി വരുവാണ്. ഓക്കെ, അതനുസരിച്ച് സാച്ചുറേഷൻ കറണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. വിച്ച് മീൻസ് സാച്ചുറേഷൻ കറണ്ട് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. പിന്നെ സാച്ചുറേഷൻ കറണ്ട് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. അങ്ങനെയാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. മാറിപ്പോവരുത്. സാച്ചുറേഷൻ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇന്റൻസിറ്റി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയാലോ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആ ഈ ഒരു സെഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതെന്ന്. വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്നല്ലേ. നേരെ ഇക്വേഷൻസ് ഒക്കെ എഴുതുക, ഡെഫിനിഷൻ ഒക്കെ എഴുതുക. നെക്സ്റ്റ് ഈ സെഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഈസ് മെൻ ബൈ ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താ ത്രെഷോൾഡ് ഫ്രീക്വൻസി? മിനിമം ഫ്രീക്വൻസി, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ് അങ്ങോട്ട് വരച്ചു. ഈ ഗ്രാഫൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം, ഒരു തവണയെങ്കിലും ഒന്ന് വരച്ച് നോക്കിയിരിക്കണം. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും 3 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. എന്താ ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പറയുന്നത്?
വന്നു വീഴുന്ന ലൈറ്റിന് ഒരു എനർജി ഉണ്ടല്ലേ, അത് എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ടും മിച്ചമുള്ള എനർജി ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം hν is equal to 50 പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി. വേറെ hν എന്ന് പറയുന്നത് വന്നു വീഴുന്ന ലൈറ്റിന്റെ എനർജി, 50 വർക്ക് ഫംഗ്ഷൻ, മാക്സിമം കൈനറ്റിക് എനർജി ആരുടെയാ? എമിറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ച പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അവർ പറയുവാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് നോട്ട് പോസിബിൾ ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഈസ് ലെസ് ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി. വന്നു വീഴുന്ന ലൈറ്റിന് ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും ഫ്രീക്വൻസി കുറവാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമിഷൻ പോസിബിൾ ആണോ? അല്ല, എമിഷൻ പോസിബിൾ അല്ല. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇക്വേഷൻ വെച്ച് എഴുതുമ്പം നമുക്ക് കൈനറ്റിക് എനർജി ഇതേ നെഗറ്റീവ് എന്ന് കിട്ടും. നെഗറ്റീവ് കൈനറ്റിക് എനർജി പോസിബിൾ ആണോ? അല്ല. കൈനറ്റിക് എനർജി ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ഡി ബ്രോഗ്ലി മാറ്റർ വേവ്സ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സ്. ഡി ബ്രോഗ്ലി വേവ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൂവ് ചെയ്യുന്ന ചാർജുമായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വേവ്സ് ആണ് ഡി ബ്രോഗ്ലി വേവ്സ്. മൂവിങ് പാർട്ടിക്കിളിനുള്ള വേവ്സ്. റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചുറ്റും വേവ്സ് ഉണ്ടാവുമോ? ഇല്ല. പാർട്ടിക്കിൾ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. മൂവ് ചെയ്യുവാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ഡി ബ്രോഗ്ലി വേവ്സ് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡി ബ്രോഗ്ലി വേവ്സിന്റെ വേവ് ലെങ്ത് എത്രയാടാ മക്കളെ? ലാംഡ ഈസ് ഈക്വൽ ടു h/p. കണ്ടിന്യൂസ് ആയിട്ട് 1 മാർക്ക് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് അത്. നിങ്ങൾ ആ ഒരു ഇക്വേഷൻ സിമ്പിൾ ഇക്വേഷൻ ആണ്, എല്ലാ വർഷവും എപ്പോഴും 1 മാർക്ക് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ 1 മാർക്കിനൊക്കെ ആയിരിക്കും നമ്മുടെ ഫുൾ മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു A+ ഒക്കെ പോകുന്നത്. അപ്പം അത് കറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇക്വേഷന്റെ പല ഫോമുകൾ പഠിച്ചു വെക്കുക. ലാംഡ ഈസ് ഈക്വൽ ടു h/p ആണ്. പി എന്ന് പറയുന്ന മൊമെന്റത്തിനെ നമുക്ക് mv എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി നമുക്ക് h/√2m എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ നമുക്കതിനെ h/√2m q × v എന്നും ഒക്കെ എഴുതാം. ഓക്കെ, പല ഫോംസിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതി. നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ആയല്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മുടെ ചാപ്റ്റർ ആറ്റംസ് ആണ്. വെറും 2 മാർക്കിനെ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ ഈ ആറ്റംസിൽ നിന്ന്. എങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ഫുൾ മാർക്ക്. ഫിസിക്സിന് ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ A+ ആണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഈ 2 മാർക്കുള്ള ഈ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 2 കൺസെപ്റ്റ് പഠിച്ചാൽ മതി. ആ 2 കൺസെപ്റ്റ് ഏതൊക്കെയാണെന്നതേ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺസെപ്റ്റ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആരാ കണ്ടക്ട് ചെയ്തേ? റൂദർഫോർഡ്. ആ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിൽ നിന്നും റൂദർഫോർഡിന് കിട്ടിയ ആ ഒരു ഐഡിയ എന്താണ്? ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ് ത്രൂ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എങ്കിൽ എന്താണ് ഈ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്? ഇവിടെ ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് കാണിച്ചിട്ടുണ്ട്. ഒരു സോഴ്സ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്. ആൽഫ പാർട്ടിക്കിളിനെ തരുന്ന ആ സോഴ്സ് ആരാ? ബിസ്മത്ത് ആറ്റമാണ്. ബിസ്മത്ത് എന്ന് പറയുന്ന ആ സോഴ്സിൽ നിന്നുമാണ് നമുക്ക് 5.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ആൽഫ പാർട്ടിക്കിളിനെ കിട്ടുന്നത്. ആ ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ വളരെ തിന്നായിട്ടുള്ള ഒരു ഗോൾഡ് ഫോയിലോട്ട് കൊണ്ട് ഇടിപ്പിക്കുക. അങ്ങനെ ഇടിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇടിപ്പിച്ചപ്പം കിട്ടിയ ഒബ്സർവേഷൻസ് ആണ് 3 ഒബ്സർവേഷൻസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ഒബ്സർവേഷൻസ്. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിളും ആ ഒരു ഗോൾഡ് ഫോയിലിൻ്റെ അകത്തൂടെ കടന്നുപോയി. അതിൽ 0.14% മാത്രം മോർ ദാൻ 1 ഡിഗ്രി സ്കാറ്റർ ചെയ്തു. കൂടാതെ 8000-ൽ ഒരാൾ മാത്രം മോർ ദാൻ 90 ഡിഗ്രി സ്കാറ്റർ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇതിന്റെ എന്താ പറയുന്ന ഒരു റിസൾട്ട് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ആറ്റത്തിലുണ്ടെന്ന്. അങ്ങനെയാണ് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതിൽ നിന്നും ഈ ഒരു സെഷനിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ റൂദർഫോർഡ്സ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പം നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ
ബിസ്മത്ത് ആറ്റത്തിൽ നിന്നും 5.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു. അത് ചെന്ന് 2.1 × 10⁻⁻7 മീറ്റർ ഉള്ള ഒരു ഗോൾഡ് ഫോയിലോട്ട് ചെന്ന് ഇടിക്കുന്നു. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരാൾ പോലും കടന്നു പോകത്തില്ല, ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട അടുത്ത ഒരു മെയിൻ ടോപ്പിക്കാണ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിന്റെ 3 പോസ്റ്റുലേറ്റ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 പോസ്റ്റുലേറ്റ്. ഓക്കെ, നോക്കാം നമുക്ക് ആ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. നമ്മുടെ റൂദർഫോർഡിന്റെ ആറ്റം മോഡലിൽ നിന്ന് നമുക്ക് മനസ്സിലായി ന്യൂക്ലിയസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഐഡിയ കിട്ടി. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസിന് ചുറ്റും പല ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഓർബിറ്റുകളിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ കുറച്ച് കഴിയുമ്പം ക്ഷീണിക്കും അല്ലേ, അതിന്റെ എനർജി എല്ലാം നഷ്ടപ്പെടും. എനർജി എല്ലാം നഷ്ടപ്പെട്ട് അത് എന്ത് ചെയ്യും? ന്യൂക്ലിയസിൽ വന്ന് വീഴും. നമ്മളെ പോലെ തന്നെയാണ്, നമ്മൾ കുറേ നേരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി എല്ലാം നഷ്ടപ്പെടും, നമ്മൾ വീഴും. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെയും എനർജി റേഡിയേറ്റ് ചെയ്യും, എനർജി നഷ്ടപ്പെടും. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവര് ന്യൂക്ലിയസിൻ്റെ അകത്ത് വന്ന് വീഴും. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ അകത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ആറ്റം ഉണ്ടോ? ഇല്ല, ആറ്റം നശിച്ചു പോയി. പക്ഷെ അത് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ നമ്മുടെ നീൽസ് ബോർ പറയുവാണ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കൂടെ റിവോൾവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എനർജി ഒന്നും റേഡിയേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഒരു ഓർബിറ്റിൽ കൂടെ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല? എനർജി റേഡിയേറ്റ് ചെയ്യത്തില്ല. കാര്യം എന്താ? ഓരോ ഓർബിറ്റും സ്റ്റേബിൾ ഓർബിറ്റ് ആണ്, ഹാവിങ് സ്പെസിഫിക് എനർജി, സർട്ടൺ എനർജി ഉള്ള സ്റ്റേബിൾ ഓർബിറ്റുകളാണ് എല്ലാം. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഇലക്ട്രോൺസ് ആ ഓർബിറ്റിൽ കൂടെ കിടന്ന് കറങ്ങി കഴിഞ്ഞാൽ എനർജി റേഡിയേറ്റ് ചെയ്യത്തില്ല. അതാണ് ബോറിന്റെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഇലക്ട്രോൺ റിവോൾവ് ഇൻ സർട്ടൺ സ്റ്റേബിൾ ഓർബിറ്റ്സ് വിത്തൗട്ട് എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി. എനർജി റേഡിയേറ്റ് ചെയ്യാതെ ഇലക്ട്രോൺ ആ സ്റ്റേബിൾ ഓർബിറ്റിൽ കിടന്ന് റിവോൾവ് ചെയ്യും. ഓക്കെ, രണ്ടാമത്, ഇങ്ങനെ ഈ സ്റ്റേബിൾ ഓർബിറ്റിന് ഒരു പർട്ടിക്കുലർ ആംഗുലാർ മൊമെന്റം ഉണ്ട്. ഈ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഓരോ ഓർബിറ്റിന്റെയും, ഓരോ സ്റ്റേബിൾ ഓർബിറ്റിന്റെയും, സർട്ടൺ എനർജി ഉള്ള ഓരോ സ്റ്റേബിൾ ഓർബിറ്റിന്റെയും ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2πയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, h/2πയുടെ മൾട്ടിപ്പിൾസ് ആണ് ഓരോ സ്റ്റേബിൾ ഓർബിറ്റിന്റെയും ആംഗുലാർ മൊമെന്റം. വേറെ h ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, 2ഉം πയും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെന്റം ഓഫ് nth ഓർബിറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? Ln, which is equal to nh/2π, where n is 1, 2, 3 അങ്ങനെ ഓർബിറ്റിന്റെ നമ്പർ. ഫസ്റ്റ് ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ h/2π, സെക്കൻഡ് ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 2h/2π, തേർഡ് ഓർബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 3h/2π. ഓക്കെ, അങ്ങനെ h/2πയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ആംഗുലാർ മൊമെന്റം. എങ്കിൽ ഇവരെപ്പോഴായിരിക്കും ഈ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്? എനർജി റേഡിയേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ ഹയർ ഓർബിറ്റിൽ നിന്നും ലോവർ ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനർജി റേഡിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു പിക്ടോറിക്കൽ ആയിട്ടുള്ള ഡീലിങ്സിലേക്ക് പോകാം. ഇവിടെ ആ സെന്ററിൽ ബ്ലൂ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ന്യൂക്ലിയോൺസ് ആണ്, ന്യൂട്രോണും പ്രോട്ടോണും. അതിന് ചുറ്റും പല ഓർബിറ്റിലായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഓരോ ഓർബിറ്റിന്റെയും പ്രത്യേകത എന്താ? ഓരോ ഓർബിറ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള എനർജി ഉണ്ട്. ഓക്കെ, അങ്ങനെ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യത്തില്ല? എനർജി റേഡിയേറ്റ് ചെയ്യത്തില്ല. കൂടാതെ ഓരോ ഓർബിറ്റിനും ആംഗുലാർ മൊമെന്റം ഉണ്ട്, വിച്ച് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇനി എപ്പോഴാ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്? ഹയർ സ്റ്റേറ്റിൽ നിന്നും ലോവർ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയാലോ, ഇതാണ് നമ്മുടെ ഹയർ സ്റ്റേറ്റ്. ഓക്കെ, ഞാൻ ഓരോ സ്റ്റേറ്റിനും പേര് കൊടുക്കുവാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് n = 1 സ്റ്റേറ്റ്,
ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ് n=2 സ്റ്റേറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുവാണെന്ന് വിചാരിക്കാം. ഈ ഇലക്ട്രോൺ സെക്കൻഡ് സ്റ്റേറ്റിൽ നിന്നും ഫസ്റ്റ് സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡ്യൂറിങ് ദിസ് ട്രാൻസിഷൻ എനർജി വിൽ ബി റിലീസ്ഡ്. എനർജി റിലീസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ കാണിക്കാമേ. ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഈ ഒരു ഇലക്ട്രോൺ മേളത്തെ, അതിന് തൊട്ടു മേളിലുള്ള ഓർബിറ്റിലോട്ട് ട്രാൻസിഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ഈ ഓർബിറ്റിന്റെ എനർജി വേണം. ഈ ഓർബിറ്റിന്റെ പർട്ടിക്കുലർ എനർജി വേണം. അപ്പൊ എനർജി അബ്സോർബ് ചെയ്തായിരിക്കും ഇത് ഇങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടത്തുന്നത്. ഹയർ ഓർബിറ്റിൽ നിന്നും ലോവർ ഓർബിറ്റിലോട്ട് വരുമ്പം എനർജി റിലീസ് ചെയ്യും. ലോവറിൽ നിന്നും ഹയറിലോട്ട് വരുമ്പം എനർജി അബ്സോർബ് ചെയ്യും. ഓക്കെ, ഈ 3 പോസ്റ്റുലേറ്റ്സ് ആണ് ബോർ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ 3 പോസ്റ്റുലേറ്റ്സും അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. കാര്യം ഇത് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് നോക്കി, റൈറ്റ് ദി പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്സ് എഴുതാം. ഇലക്ട്രോൺ റിവോൾവ് ഇൻ സർട്ടൺ ഓർബിറ്റ്സ് വിത്തൗട്ട് എമിഷൻ ഓഫ് റേഡിയന്റ് എനർജി. ആംഗുലാർ മൊമെന്റം h/2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ആ കൂട്ടത്തിൽ ആ ഇക്വേഷനും കൂടെ എഴുതിയേക്കണേ. L = nh/2π, nth ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം, വേർ n എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര. അതുപോലെ എനർജി റേഡിയേറ്റ് ചെയ്യുന്ന എപ്പോഴാ? ഹയറിൽ നിന്നും ലോവറിലോട്ട് വരുമ്പോൾ മാത്രം. ഓക്കെ, അതുപോലെ ലോവറിൽ നിന്നും ഹൈ ലെവലിലോട്ട് പോകാൻ വേണ്ടി എനർജി അബ്സോർബ് ചെയ്യാൻ. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം എക്സാം എഴുതാൻ പോകാൻ. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ 3 സ്റ്റേറ്റ്മെന്റ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്കും കിട്ടും. 2 പോസ്റ്റുലേറ്റ്സ് ആണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ അങ്ങ് 3 പോസ്റ്റുലേറ്റ്സ് എഴുതിക്കോ. ഓക്കെ, എന്താണേലും 3 പോസ്റ്റുലേറ്റ്സേ ഉള്ളൂ. അപ്പൊ അങ്ങ് 3 പോസ്റ്റുലേറ്റ്സും അങ്ങ് എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, വീണ്ടും വേറൊരു വർഷം ചോദിച്ചതാണ്. റൈറ്റ് എനി 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം പഠിച്ചു വയ്ക്കുമല്ലോ. ഓക്കെ, ദെൻ നമ്മളിപ്പം പറഞ്ഞു ഓരോ ഓർബിറ്റിനും പർട്ടിക്കുലർ എനർജി ഉണ്ട്, സർട്ടൺ എനർജി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഹയർ ഓർബിറ്റിന് എനർജി കൂടുതലാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ട് പോകും തോറും എനർജി കൂടി കൂടി വരുവാണ്. ഇന്നർ മോസ്റ്റ് ഷെല്ലിലോട്ട് വരും തോറും എനർജി കുറഞ്ഞു വരുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആറ്റം ആരാ? ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനെയാണ് കൂടുതൽ ബോർ മോഡൽ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി, ഓരോ ഓർബിറ്റിന്റെയും എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് En = -13.6/n² ഇലക്ട്രോൺ വോൾട്ട്. ഹൈഡ്രജൻ ആറ്റത്തിലെ ഓരോ സ്റ്റേബിൾ ഓർബിറ്റിന്റെയും എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എനർജി ഓഫ് nth സ്റ്റേറ്റ് ഈസ് -13.6 / n². അത്രയും ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, ഫസ്റ്റ് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിലെ എനർജി എത്രയാണ്? ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിലെ എനർജി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? n = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ ഇക്വേഷനിൽ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? n = 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി E1 ആണ്, വിച്ച് ഈസ് -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റിലെ ചോദിച്ചാലോ? അതായത് n = 2 സ്റ്റേറ്റിലെ ഇതുപോലെ n-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഓരോ ഓർബിറ്റിന്റെയും എനർജി എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ എനർജി എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളതൊരു ഡയഗ്രാം ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ, എനർജി ലെവൽ ഡയഗ്രാം ആയിട്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നുണ്ടോ? ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ കറസ്പോണ്ടിങ് n വാല്യൂ എത്രയാ? 0 ആണോ? അല്ല. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n = 1 സ്റ്റേറ്റ് ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. n = 1 സ്റ്റേറ്റിന്റെ കറസ്പോണ്ടിങ് എനർജി -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അതുപോലെ സെക്കൻഡ് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിനെ നമ്മൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് n = 2 സ്റ്റേറ്റ് ഉണ്ടല്ലോ, n = 2 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. n = 1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. n = 1
ഗ്രൗണ്ട് സ്റ്റേറ്റ്. n=3 സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. തെറ്റിക്കരുത് കേട്ടോ, നമുക്ക് മാറിപ്പോകും. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ n=1 ആണെന്ന് വിചാരിക്കും. പക്ഷെ n=1 അല്ല ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, n=2. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് n=1 സ്റ്റേറ്റ്. ഓക്കെ, കറസ്പോണ്ടിങ് എനർജി വാല്യൂസ് കണ്ടോ. n=1 ആകുമ്പോഴത്തേക്കും 13.6, n=2 -3.4 ഇലക്ട്രോൺ വോൾട്ട്, n=3 -1.51. നോക്കിക്കേ, ആ എനർജി ലെവൽസിന്റെ ഗ്യാപ്പ് കുറഞ്ഞു വരുവാണ്, അടുത്തടുത്ത് വരുവാണ് എനർജി ലെവൽസ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ട് പോകുന്തോറും എനർജി ലെവൽസ് അടുത്തടുത്ത് വരുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷനിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നോക്കിയേ നിങ്ങൾ. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി എൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. എൻഡ് ഓർബിറ്റിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ എനർജി റിക്വയർഡ് ടു മേക്ക് ഇലക്ട്രോൺ ഫ്രീ ഫ്രം ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ വേണ്ടി, ആ ഒരു ആറ്റത്തിൽ നിന്നും ഫ്രീ ആക്കാൻ വേണ്ടി എത്രമാത്രം എനർജി നമ്മൾ കൊടുക്കണമെന്ന്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആ ഒരു ഇലക്ട്രോണിന്റെ എനർജി എത്രയാ? -13.6 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര എനർജി കൊടുത്താൽ ആ ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും? +13.6 ഇലക്ട്രോൺ വോൾട്ട്. അത്രയും എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇലക്ട്രോണിനെ ആ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും റിമൂവ് ചെയ്യാം. ഓക്കെ, ഈ സെയിം പാറ്റേണിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്. അതും എത്ര തന്നെയാണ്? +13.6 ഇലക്ട്രോൺ വോൾട്ട് തന്നെ. എളുപ്പമല്ലേ? 1 മാർക്കിനാണ് കൂടുതലും എനർജി ലെവലിന്റെ അല്ലെങ്കിൽ ആ എനർജി ഇക്വേഷൻസ് ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് സ്കോർ ചെയ്യണം, കാരണം നമ്മുടെ ലക്ഷ്യം ഫുൾ മാർക്ക്. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയും കാര്യങ്ങൾ 2 ആറ്റം മോഡലേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ 2 ആറ്റം മോഡൽ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, 2 മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് ന്യൂക്ലിയർ. ന്യൂക്ലിയയ്ക്കകത്ത് വന്ന് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അല്ലെങ്കിൽ വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിഷൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയർ ഫിഷൻ. അല്ലെങ്കിൽ വാട്ട് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ. ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ന്യൂക്ലിയർ ഫിഷൻ എന്താണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണ്? നമ്മൾ ബൈൻഡിങ് എനർജി കർവ് ഒക്കെ വരച്ചല്ലേ. ബൈൻഡിങ് എനർജി കർവ് വരച്ചപ്പം ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ള ആർക്കാണ് ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ളത്? അയണിനാണ്. മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ് അയൺ ആണ് അല്ലെ. അതൊരു മിഡിൽ മാസ് നമ്പറിൽ വരും. 30 തൊട്ട് 170 വരെ മാസ് നമ്പറിൽ വരുന്ന എലമെന്റ്സ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ. 30-നേക്കാളും ചെറിയ മാസ് നമ്പർ ഉള്ളത് ലൈറ്റ് ന്യൂക്ലിയേഴ്സും 170-നേക്കാളും കൂടുതൽ മാസ് നമ്പർ ഉള്ളവര് ഹെവി ന്യൂക്ലിയേഴ്സും ആണ്. അപ്പൊ ഈ ഹെവി ന്യൂക്ലിയേഴ്സ് 170-നേക്കാളും മാസ് നമ്പർ ഉള്ള ഹെവി ന്യൂക്ലിയേഴ്സ് അൺസ്റ്റേബിൾ ആണ്. ഇവരെന്ത് ചെയ്യും? ഇവര് സ്പ്ലിറ്റ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയൈ ആയിട്ട് മാറും. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. ദേ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ യുറേനിയം ന്യൂക്ലിയേഴ്സ് ന്യൂട്രോണുമായിട്ട് ഇടിക്കുമ്പം അത് ആദ്യം അൺസ്റ്റേബിൾ ആയിട്ടുള്ള യുറേനിയം ആയിട്ട് മാറും. എന്നിട്ട് അവർ തനിയെ 2 സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കൂട്ടത്തിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ന്യൂക്ലിയേഴ്സ് കമ്പൈൻ ചെയ്ത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയേഴ്സ് ആവുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് വെറുതെ നടക്കത്തില്ല. അവരെ ഒരു ഹൈ ടെമ്പറേച്ചറിൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ അവർ രണ്ടുപേരുടെ ഫ്യൂസ് ചെയ്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയൈ ആയിട്ട് മാറത്തുള്ളൂ. കാരണം 2 ന്യൂക്ലിയേഴ്സിനും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ കൂടുതലാണ്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ഒരു ഹൈ ടെമ്പറേച്ചറിൽ വെക്കുന്നത്. മെയിൻ ആയിട്ടും ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്സ് നമ്മൾ പറയുന്നത് സണ്ണിലെ ആ ഒരു പ്രോട്ടോൺ സൈക്കിളാണ്. 2 ഹൈഡ്രജൻ ന്യൂക്ലിയേഴ്സ് കമ്പൈൻ ചെയ്ത് ഹീലിയം ആകുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടതെന്നാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ നമ്മുടെ ആറ്റം ബോംബ്, അതുപോലെ ഫ്യൂഷൻ പ്രോസസ്സിന് എക്സാമ്പിൾ ഹൈഡ്രജൻ ബോംബ്.
സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് എഴുതാൻ, അതിനൊരു എക്സാമ്പിൾ എഴുതാൻ. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മുടെ NCERT-ക്കകത്ത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് എക്സാമ്പിൾ വേണമെങ്കിലും പഠിച്ചു വെച്ച് എഴുതാം. ഓക്കെ, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചാപ്റ്റർ ആയിരുന്നു ന്യൂക്ലിയർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഏറ്റവും ലാസ്റ്റ്, ദ ലോങ്സ്റ്റ് ചാപ്റ്റർ, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പൊ ഇത് ഇച്ചിരി വലുതായതുകൊണ്ട് നമ്മൾ കുറച്ച് കൺസെപ്റ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം പഠിച്ചു വെക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ അകത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 3 ടോപ്പിക്സ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം ഈ 3 ടോപ്പിക്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ കൊല്ലവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിനെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ ബേസിസിൽ നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുകയാണ് 3 ആയിട്ട്. ഏതൊക്കെയാ? കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് മീൻസ് അതിൻ്റെ കണ്ടക്ടിവിറ്റി ഭയങ്കരം കൂടുതലായിരിക്കും. ഇൻസുലേറ്റർ ശകലം പോലും കണ്ടക്ടിവിറ്റി ഇല്ല, കുറച്ച് പോലും കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കത്തില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. കംപ്ലീറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുമോ? ഇല്ല. കണ്ടക്ട് ചെയ്യാതെ ഇരിക്കുമോ? ഇല്ല. പാർഷ്യലി കണ്ടക്ട് ചെയ്യും. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. ഇതാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ക്ലാസിഫിക്കേഷൻ. ഇനി ഇവരെ നമുക്ക് അവരുടെ എനർജി ബാൻഡ് ഡയഗ്രാം ഉപയോഗിച്ചും എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയാലോ. അതിൽ ആദ്യത്തെ മേളിലും താഴെയും കാണിച്ചിരിക്കുന്ന ഈ 2 ഫിഗേഴ്സ് നമ്മുടെ കണ്ടക്ടറിൻ്റെ ആണ്. കണ്ടക്ടറിന്റെ 2 രീതിയിൽ നമുക്ക് എനർജി ബാൻഡ് പറയാം. ഒന്നെങ്കിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുമായിരിക്കും. ഇത് ഓവർലാപ്ഡ് കേസാണ്, ഓവർലാപ്പ് ചെയ്തിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡും പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡും ആയിരിക്കും. ഈ 2 കേസുമാണ് കണ്ടക്ടേഴ്സ് മോസ്റ്റ് കോമൺലി കാണിക്കുന്നത്. സെമി കണ്ടക്ടർ ആകുമ്പം 3 ഇലക്ട്രോൺ വോൾട്ടിന് താഴെ ആയിരിക്കും വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ആ ഒരു എനർജി ഗ്യാപ്പ് 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കുറവായിരിക്കും. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലാണ് എനർജി ഗ്യാപ്പ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇൻസുലേറ്റർ എന്ന് പറയും. 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻസുലേറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുവാണ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മീൻസ് പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മീൻസ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടർ ആണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. പ്യുവർ ഫോം ഇൻട്രിൻസിക് ആണ്, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത സെമി കണ്ടക്ടേഴ്സ് ആണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എക്സാമ്പിള് ഇൻട്രിൻസിക്കിന് എക്സാമ്പിൾ ആണ് സിലിക്കണും ജെർമേനിയം. എക്സ്ട്രിൻസിക്കിന് എക്സാമ്പിൾ സിലിക്കണും ജെർമേനിയവും ഡോപ്പ് ചെയ്തു, ഡോപ്ഡ് സിലിക്കൺ ആൻഡ് ഡോപ്ഡ് ജെർമേനിയം. ഇനി ഡോപ്പിംഗ് നമുക്ക് 2 രീതിയിൽ നടത്താം. ഒന്നെങ്കിൽ 13th ഗ്രൂപ്പ് എലമെന്റുമായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 15th ഗ്രൂപ്പ് എലമെന്റുമായിട്ട് ആഡ് ചെയ്യാം. സിലിക്കണിനെയോ ജെർമേനിയത്തിനെയോ 13th ഗ്രൂപ്പ് എലമെന്റുമായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. 15th ഗ്രൂപ്പ് എലമെന്റുമായിട്ടാണ് നമ്മൾ ഈ സെമി കണ്ടക്ടറിനെ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇവരെ 2 പേരെയും കൂടെ ജോയിൻ ചെയ്ത് വെക്കുമ്പം അല്ലെങ്കിൽ ഇവർ 2 പേരോടെ ഫോം ചെയ്യുന്നതാണ് PN ജംഗ്ഷൻ. ഓക്കെ, ഇനി ഈ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടണം. കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡോപ്പിംഗ് ലെവൽ ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും സെയിം ആയിരിക്കും. എക്സ്ട്രിൻസിക്കിൽ സെയിം അല്ല. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഒന്നും സെയിം അല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി വി വെയർ ആഡ്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റി ആണോ ആഡ് ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, മിനിമം ഒരു 3 പോയിന്റ്സ് എങ്കിലും എഴുതണം കേട്ടോ. അതുപോലെ ഈ എനർജി ബാൻഡ് ഡയഗ്രാം ഉപയോഗിച്ച് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുക. വെറുതെ എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചാൽ മതി.
ഓക്കെ, എനർജി ബാൻഡ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. അതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, രണ്ടുപേരെയും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിലെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റെക്ടിഫയർ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇവരെ രണ്ടുപേരെയും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അതിൽ ഹാഫ് വേവ് ചോദിക്കുമോ ഫുൾ വേവ് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ രണ്ടുപേരെയും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ, വേവ് ഫോം വരയ്ക്കാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പല തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ എന്താണ് ഈ റെക്ടിഫയർ എന്ന് നോക്കാം. എന്താണ് മക്കളെ റെക്ടിഫയർ? നമ്മൾക്കറിയാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് AC വോൾട്ടേജ് ആണല്ലേ. പക്ഷെ നമ്മുടെ ഡിവൈസസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് റെക്ടിഫയർ. റെക്ടിഫയർ എന്താ ചെയ്യുന്നത്? കൺവേർട്ട് AC ടു DC. എന്താ ചെയ്യുന്നത്? കൺവേർട്ട് AC ടു DC. കൺവേർട്ട് AC ടു DC. AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യും. അതിനായിട്ട് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡയോഡാണ്. എന്നാ ഡയോഡ്? ഡയോഡ് എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷൻ ആണ് അല്ലേ. P ടൈപ്പും N ടൈപ്പ് റീജിയനും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഡയോഡ്. പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ഈ ഡയോഡിന്റെ പ്രത്യേകത എന്താ? ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. റിവേഴ്സ് ബയാസിൽ കണ്ടക്ട് ചെയ്യുവോ? ഇല്ല. അങ്ങനെയാണ് എന്നതാ ഈ ഫോർവേഡ് ബയാസ്ഡ്? ഫോർവേഡ് ബയാസ്ഡ് മീൻസ് നമ്മളൊരു ഡയോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഫോമിലാണ്. അതിൻ്റെ ആ ഒരു എൻഡിൽ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കും. ഇത് നെഗറ്റീവ് ടെർമിനൽ, ഇത് പോസിറ്റീവ് ടെർമിനൽ. അപ്പം പോസിറ്റീവിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും നെഗറ്റീവിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ബയാസിങ് ഈസ് നോൺ ആസ് ഫോർവേഡ് ബയാസിങ്. ആൻഡ് ഫോർവേഡ് ബയാസിങ്ങിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അതായത് ഇവിടുന്ന് കറണ്ട് ഇപ്പുറത്തേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യമേ നമ്മൾ പറയാൻ പോകുന്ന ഒരു ഹാഫ് വേവ് റെക്ടിഫയറിനെ പറ്റിയാണ്. ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് ഒരു ഡയോഡേ ഉള്ളൂ. നോക്കിയേ, ഇവിടെ ഒരു ഡയോഡ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? ആ ഡയോഡിലേക്ക് നമ്മളൊരു AC വോൾട്ടേജിനെ കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഡയോഡിലോട്ട് AC വോൾട്ടേജിനെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് 230 വോൾട്ട് ആണ്. അപ്പം അതിനെ നമ്മളൊന്ന് വോൾട്ടേജ് ഒന്ന് കുറച്ച് വേണം കൊടുക്കാൻ. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് നമ്മളൊന്ന് കുറച്ചിട്ട് ഡയോഡിലേക്ക് കൊടുത്തു. അപ്പം ഡയോഡ് എന്ത് ചെയ്യും? അതിനെ കണ്ടക്ട് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു ഡയോഡേ നമുക്കുള്ളൂ. അതുകൊണ്ട് വരുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ആർ ട്രാവൽഡ് ത്രൂ ദി ഡയോഡ്. ഡയോഡിൻ്റെ അകത്തൂടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മിസ്സായി പോകും. പകുതി ഇൻപുട്ട് വോൾട്ടേജ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ കൺസ്ട്രക്ട് ചെയ്തത്. ഫുൾ വേവ് റെക്ടിഫയറിൽ 2 ഡയോഡ് ഉണ്ട്. ഈ 2 ഡയോഡ് എന്ത് ചെയ്യും? അതിൽ മേളിൽ കാണിച്ചിരിക്കുന്നതാണ് D1 ഡയോഡ്, താഴെ കാണിച്ചിരിക്കുന്ന D2 ഡയോഡ്. ഓക്കെ, ആ D1 ഡയോഡ് വരുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് D2 ഡയോഡോ വരുന്ന നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ എല്ലാം കണ്ടക്ട് ചെയ്യും. ഓക്കെ, പക്ഷേ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവും. ആ റിവേഴ്സിനെ ഫോർവേഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്തുണ്ട്? സെന്റർ ടാപ്പ് ഉണ്ട്. സെന്റർ ടാപ്പ് അതിനെ 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരാം. ഓക്കെ, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നാലും ഡയോഡിന്റെ ഫ്രണ്ടിൽ എത്തുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിട്ടായിരിക്കും എത്തുന്നത്. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം D1 ഡയോഡ് കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും D2 ഡയോഡ് കണ്ടക്ട് ചെയ്യും. അതായത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെല്ലാം D1 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം D2ന് കിട്ടുന്ന ഇൻപുട്ട് എങ്ങനെയാണ്?
ഇതിൻ്റെ നമ്മൾ കൊടുത്ത ഇൻപുട്ടിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ടാണ് 180 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്താണ് ആർക്ക് കിട്ടുന്നത്, D2 ഡയോഡിൻ്റെ ഇൻപുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സർക്യൂട്ട് നല്ല അടിപൊളിയായിട്ട് വരച്ച് പഠിക്കണം. ഔട്ട്പുട്ട് വേവ് ഫോമുകളും വരച്ച് പഠിക്കണം. ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, നോക്കിയാലോ. വാട്ട് ഈസ് എ റെക്ടിഫയർ? ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. വെറുതെ പടം വരച്ച് വെച്ചാൽ മതി. അപ്പം നിങ്ങൾ പടം നല്ല പോലെ വൃത്തിക്ക് സ്കെയിലും പെൻസിലും ഒക്കെ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ നീറ്റ് ഡയഗ്രത്തിനായിരിക്കും ഫുൾ മാർക്ക്. അതുപോലെ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഫിഗർ ദ ഡയോഡ് ഈസ് അണ്ടർ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ, ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ഏതിലാണ് ഫോർവേഡ് ബയാസ്ഡ്? ഫോർവേഡ് ബയാസ് മീൻസ് ഡയോഡിന്റെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്തിരിക്കണം. അതുപോലെ ഡയോഡിന്റെ നെഗറ്റീവ് ടെർമിനലും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും തമ്മിൽ കണക്ട് ചെയ്തിരിക്കണം. അങ്ങനെ കണക്ഷൻ വന്നിരിക്കുന്നത് ഏത് ഡയഗ്രത്തിലാ? നോക്കിക്കേ, ഇതാണ് ഡയോഡിന്റെ പോസിറ്റീവ്, ഇത് ഡയോഡിന്റെ നെഗറ്റീവ്. ബാറ്ററിയുടെ ലെങ്ത് കൂടുതലുള്ള പാർട്ട് പോസിറ്റീവ്, ലെങ്ത് കുറവുള്ളത് നെഗറ്റീവ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ പോസിറ്റീവ് കണക്ഷൻ, നെഗറ്റീവ് കണക്ഷൻ, വിച്ച് ഈസ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ആൻഡ് സെക്കൻഡ് ഫിഗർ നോക്കിക്കേ, ഇത് ഡയോഡിന്റെ നെഗറ്റീവ്, ഇത് ഡയോഡിന്റെ പോസിറ്റീവ്. ഇത് ബാറ്ററിയുടെ പോസിറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ്. ഡയോഡിന്റെ നെഗറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവും, അതുപോലെ ഡയോഡിന്റെ പോസിറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും, വിച്ച് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, അതുപോലെ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രവും വർക്കിംഗ് എഴുതുമ്പം D2ൽ എങ്ങനെയാണ് ആ ഒരു ഫേസ് ചേഞ്ച് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ആ ഒരു സെന്റർ ടാപ്പ് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ 4 ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നല്ല പോലെ നമ്മുടെ വരുന്ന ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ഈ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തറവല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ കൺസെപ്റ്റുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ പ്രസൻറ്റേഷൻ ആണ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ ആൻസറിനും നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് ഫുൾ മാർക്കും ഇടാൻ വേണ്ടിയിട്ട് തോന്നണം. ഓക്കെ, അപ്പം ഗ്യാപ്പൊക്കെ ഇട്ട് ഡയഗ്രാംസ് ഒക്കെ പെൻസിലും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് വരച്ച്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുമ്പം കോളമൊക്കെ വരച്ച് കറക്റ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതി, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പം പാരഗ്രാഫ് ആയിട്ട് തന്നെ എഴുതി. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഒന്നും കൂടെയൊക്കെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. നമ്മുടെ ബോർഡ് എക്സാമിന് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു.